ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈഗിൾ സാമിൻ്റെ പുതിയൊരു വെർഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈഗിൾ സാമ്പ് വളരെ മോശമായിട്ടുള്ള സാമ്പാണ്, എന്നാലും ഞാൻ നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ലൊരു ഫയൽ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തന്നത്. പക്ഷേ അത് ഒട്ടും നല്ല ഫയലല്ലെന്ന് എനിക്കറിയാം. കാരണം ഈഗിൾ സാമിൻ്റെ ആ ഒരു അപ്ഡേറ്റ് വളരെ മോശമായിരുന്നു. ഗ്രാഫിക്സ് ബേസ് ആയാലും ഏതൊരു ബേസിൽ നോക്കിയാലും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അടുത്തൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. KPRB എന്ന് പറയുന്ന ഒരു സാമ്പ് സെർവർ ഉണ്ട്. അപ്പോൾ കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് അതുവഴി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. അറ്റ് എ ടൈമിൽ ഒരു 70+ പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. അതായത് ഏകദേശം 7K അടുപ്പിച്ച് മെമ്പേഴ്സ് ഉള്ള ഒരു ഡിസ്കോഡാണ്. അതിനകത്ത് അവരൊരു 70+ പ്ലെയേഴ്സ് അറ്റ് എ ടൈമിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഗ്യാങ് സ്ലോട്ടൊക്കെ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഉള്ളൂ. ഏകദേശം 12 ഗ്യാങ് ഉണ്ട്. അതുപോലെ തന്നെ മിക്ക ഫാക്ഷൻസൊക്കെ ഇന്ന് ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 5-6 പേർക്കൊക്കെ ഇനി ഫാക്ഷന് കയറുന്നൊരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കീഴിൽ ഒരു RP സെർവറാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് പ്ലെയർ ബേസ് ഉള്ളൊരു സെർവർ കൂടിയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ KPRB പ്ലെയേഴ്സിന് പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസും കാർസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ CNC വെയിറ്റ് എന്ന് പറയുന്ന ഡിസ്കോഡ് ചാനലിലൂടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ KPRB കയറാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഗീവ് കൂടെ നിങ്ങൾക്ക് പ്രീമിയം ഐറ്റംസ് ഓൺ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു ഗെയിമിൻ്റെ ഒരു APK ഞാൻ കൊടുത്തേക്കാം. സാമിൻ്റെ ഒരു APK ഞാൻ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിന് പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ പാസ്വേഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം നോക്കാം നമ്മുടെ ഈഗിൾ സാമിൻ്റെ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വളരെ നല്ല അപ്ഡേറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈഗിൾ സാമ്പ് ഓപ്പൺ ചെയ്തെടുക്കുന്ന ടൈമിൽ അവിടെ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2GB ഫയൽ, പുതിയ ഫയൽ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടിയിട്ടുണ്ട്. 2GB ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സെറ്റിങ്സിനകത്ത് ഓട്ടോ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ മുമ്പത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് എക്സ്ട്രാ ഫയലൊന്നും ഇടാതെ തന്നെ ക്രാഷൊന്നുമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്തായാലും ഈഗിൾ സാമിൻ്റെ പുതിയ ഗ്രാഫിക്സ് ഫയൽസും കുറേ ഫയൽസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ബേസ് വീഡിയോ ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ടുകൾ ഇനിയും വരാനായിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്കിവിടെ ചാറ്റിൻ്റെ പൊസിഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചാറ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്ര ലൈൻ വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു ചാറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ വളരെ ചെറുതായിട്ട് കൊടുത്തത്, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല രീതിക്ക് ഏറ്റവും ചെറുത് കൊടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം കീബോർഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ മോഡൊന്നും ഇട്ട് നോക്കിയിട്ടില്ല. അപ്പം പക്ഷേ ഗ്രാഫിക്സ് നല്ല രീതിക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സ് ആക്കാനായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മോഡിടാതെ തന്നെ നല്ലൊരു ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇനി വലിയൊരു പ്രശ്നമുണ്ട്, അതിനെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സെർവറിൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് IP അടിച്ച് നമുക്ക് സെർവർ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ഏകദേശം KPRBയിൽ 40 പ്ലേയേഴ്സ് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെർവർ IP അടിക്കുക, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം, സെർവറിലോട്ട് കയറുക. സെർവറിൽ കയറുമ്പോൾ എല്ലാം ഓക്കെ നോർമലി. നമുക്ക് സെർവറിനകത്ത് സാമ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന സെറ്റിങ്സും ഗ്രാഫിക്സും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ പാസ്വേഡ് അടിക്കാൻ വരുന്ന ബോക്സിന് തന്നെ ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സാമ്പിൾ. അതുകൊണ്ട് നമ്മുടെ ടാബൊക്കെ സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ടാബ് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ടാബ് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കാറിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ റിഫ്ലക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന ടൈം ഈ ഒരു ഗ്രാഫിക്സ് അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ഭയങ്കരമായിട്ട് നല്ല രീതി ഒരു വൈറ്റ് കളർ അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യേണ്ട ഒരു ചെറിയ സെറ്റിങ്സ് അല്ല, ഞാൻ പറഞ്ഞുതരാം. വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നല്ല ഗ്രാഫിക്സിലേക്ക് എത്തും. പിന്നെ മെയിനായിട്ട് കൊണ്ടുവന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകേണ്ട വഴി കാണിച്ചു തരും. ഓക്കെ, വേറെ ഒരു ക്ലിയോയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എവിടെ പോകണോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തോ ഏറ്റവും എളുപ്പമുള്ള വഴി എൻ്റെ മാപ്പിൽ കാണിച്ചു തരും. അത് കണക്ക് തന്നെ ആ ഒരു മാപ്പിലൊരു ബ്ലൂ ഡോട്ടും കാണിക്കും. നമുക്ക് പോകേണ്ട സ്ഥലത്തോടെ നമ്മൾ ജസ്റ്റ് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്താൽ ഒരു ബ്ലൂ മാപ്പും കാണിക്കും, മാപ്പിൻ്റെ ഒരു ഐക്കൺ. ഓക്കെ, അത് കണക്ക് തന്നെ ഒരു ബ്രേക്ക് ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറെ ഏതോ സാമ്പിൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാറിനകത്തൊക്കെ ഇരുന്നുള്ള വ്യൂസ് ജസ്റ്റ് ഒരു ക്യാമറയുടെ സിമ്പിളുണ്ട്, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ കാണാനായിട്ട് പറ്റും. കാറിനകത്ത് ഇരുന്നിട്ട്
നമ്മളെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മോഡ് യൂസ് ചെയ്ത് കളിക്കുന്നവർക്ക് അത് കുറച്ച് നല്ല മോഡൊക്കെ ആണെങ്കിൽ നമ്മുടെ കാറിനകത്തെ ഇൻറ്റീരിയറൊക്കെ കിടിലമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഗ്ലാസ് വണ്ടി ഇടിച്ച് പൊട്ടിയിരിക്കുന്നുണ്ട്, ആ ഗ്ലാസിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളും നോക്കാം. പിന്നെ നമ്മുടെ ഇതിനകത്ത് വോയിസ് ചാറ്റ് എന്ന് വെച്ചാൽ പുഷ് ടു ടോക്കാണ്, വോയിസ് ചാറ്റ് വർക്കിങ്ങും ആണ്. ഇനി നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളും നോക്കുന്ന ടൈമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ലാംഗ്വേജ് നല്ല രീതിക്ക് തന്നെ ചേഞ്ചും കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സിനകത്ത് ബ്രൈറ്റ്നസ് 72 71 ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാഫിക്സ് കിട്ടും. ഇത് കിടക്കുന്ന ഒരു 80 85 ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് 71 72 ആക്കി നോക്കുക. പിന്നെ നമുക്ക് എല്ലാ സാമ്പിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കൺട്രോൾസൊക്കെ കസ്റ്റം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതും ഓക്കെ, അത് എല്ലാ സാമ്പിലും ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇവരെനിക്ക് മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ മാപ്പിൻ്റെ ആ ഒരു സംഭവം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സാമ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സാമ്പിൽ ഗൺ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ഇഷ്യൂ എന്ന്, എൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ മാപ്പിൽ ഐക്കൺ കാണിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. എനിക്ക് ഞാൻ ഫയലൊന്നും ഇട്ട് നോക്കിയിട്ടില്ല. അപ്പം വേറെ ഫയലൊക്കെ ഇട്ടിട്ട് ഫിക്സ് ആവുമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് ഫാക്ഷൻ കളിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ജോബ് എടുക്കുന്നവർക്കും ഫാഷൻ കളിക്കുന്നവർക്കും മെക്കാനിക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പ് തന്നെയാണ്. പക്ഷേ ഗൺ വർക്കിംഗ് അല്ല എന്നൊരു ഇഷ്യൂ ഉണ്ട്. അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ മസ്റ്റായിട്ടും ഫിക്സ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.